ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും അനുഗ്രഹമായ പുതിയ വർഷത്തിൻ്റെ നന്മകൾ ആശംസിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനും ഈ ഇടവയുടെ മുൻവികാരിയുമായ മലങ്കര മാർത്തോമാ സഭ സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഡോക്ടർ യാക്കിമാർ കുര്ലോസ് തിരുമേനി, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിവന്യ യോഹന്നാൻ മാർ പുളിക്കോർണസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന വന്യ വികാരി ചന്ദ്രാളച്ചന്മാർ, നമ്മുടെ സമീപത്തുള്ള ഇടവകയിൽ ശുശ്രൂഷിക്കുന്നതായ പ്രിയപ്പെട്ട ബിജോ അച്ഛൻ, തൃപ്പൂണിത്തുറ ഇമാം, അദ്ദേഹം നമ്മുടെ സ്നേഹിതനാണ്. പ്രിയപ്പെട്ട ഇബ്രാഹിം ഇമാം, നമ്മുടെ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ, ഈ ഇടവകയുടെ മുൻവികാരിമാർ, ഈ ഇടവകയെ സ്നേഹിക്കുന്ന വടകാർ, ഇന്ന് ആശംസകൾ നേരുവാനായിട്ട് വന്നിരിക്കുന്നവർ, അതിഥികളായി ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ശമാശൻ, പ്രിയപ്പെട്ട മീഡിയ പ്രവർത്തകർ, ഇടവക അംഗങ്ങൾ, ഗായക സംഘം, നമ്മുടെ അംഗമായിരിക്കുന്ന അഡ്വക്കേറ്റ് ജെസ്സി ജോർജ്, നമ്മുടെ സഭാ കൗൺസിൽ അംഗമാണല്ലോ. എല്ലാവരെയും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. എത്രത്തോളം യഹോവ സഹായിച്ചു. തിരുവാങ്കുളം ഇമ്മാനുവൽ മാർത്തോമാ ഇടവകയുടെ ചരിത്രത്തിലെ സുവർണ്ണ ലിപികളിൽ എഴുതപ്പെടേണ്ട 100-ാം വർഷത്തിന്റെ സമാപന സമ്മേളനത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. മാർത്തോമാ സഭയുടെ ചരിത്രത്തിൽ നവീകരണ പ്രസ്ഥാനവും അതിന്റെ ഭാഗമായി നടന്ന സുശേഷീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രാധാന്യമാണ്. വടക്കൻ തിരുവിതാംകൂർ മിഷനും തിരുവിതാംകുളവുമായുള്ള ബന്ധം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നന്മയാണ്. 19-ാം നൂറ്റാണ്ടിൽ സഭയുടെ നവീകരണത്തോട് ബന്ധപ്പെട്ട് തുറന്ന വേദപുസ്തകവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിയതായ മാർത്തോമാ സഭ വിഗ്രഹാരാധന ഒഴിവാക്കുക, ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസ ജീവിതം നയിക്കുക, ആരാധനാക്രമം മലയാളത്തിലാക്കുക എന്നിവ അന്ന് നടന്ന പ്രത്യേക നവീകരണ നന്മകളാണ്. ഓരോ മാർത്തോമാക്കാരനും ഓരോ സുവിശേഷകനാണ് എന്നുള്ള ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി മാർത്തോമാ സഭയുടെ പ്രചാരണ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ് വടക്കൻ തിരുവിതാംകൂറിലെ ഇന്നത്തെ എറണാകുളം, കോട്ടയം ജില്ലകളിലെ മിഷൻ പ്രവർത്തനം. മാർത്തോമാ സഭയുടെ സുവിശേഷ പ്രസംഗ സംഘം വഴിയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. അക്കാലത്ത് ജാതീയമായ വേർതിരിവുകൾ അനുഭവിച്ചിരുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ക്രിസ്തുവിശ്വാസം എത്തിക്കാനും അവരുടെ സാമൂഹ്യ ഉന്നമനത്തിനായി പ്രവർത്തിപ്പാൻ ഈ മിഷൻ വളരെ പങ്ക് വഹിച്ചു. തിരുവാങ്കുളം മാർത്തോമാ ഇടവക എറണാകുളം തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള തിരുവാങ്കുളം വടക്കൻ മിഷൻ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. വടക്കൻ തിരുവിതാംകൂർ മിഷന്റെ ഫലമായി രൂപം കൊണ്ട പഴയ ഇടങ്ങളിലൊന്നാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുമായി നടന്ന സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ പള്ളി സ്ഥാപിതമാകുവാൻ കാരണം. 100 വർഷത്തിലേറെ ചരിത്രമുള്ള ഈ ഇടവകയിൽ പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു ഇടവക ഉണ്ട്. നമ്മുടെ അടുത്ത് തന്നെ പ്രവർത്തിച്ച തിരുമേനി വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇടവക ഇവിടെയുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത് എന്നതാണ്. എന്നാൽ ഒരു ചെറിയ ആരാധന സമൂഹമായി ഇവിടെ ആരാധന തുടങ്ങി ഒരു വലിയ വളർച്ചയുടെ പടികളിലൂടെ യാത്ര ചെയ്യുവാൻ ഇടവയ്ക്ക് സാധിച്ചു. ഒരു ചെറിയ ഷെഡിൽ നിന്ന് ഇന്ന് മനോഹരമായ ഒരു ദേവാലയം, ജനത്തിന്റെ സാന്നിധ്യവും ഇടവകങ്ങളുടെ സഹകരണവും നമുക്ക് ലഭ്യമായി ഇതൊരു വളരുന്ന ഇടവകയായിട്ട് മാറി. മിഷണറിമാരുടെ കഠിന അധ്വാനം വഴി ഈ പ്രദേശത്തെ സാധാരണ ആളുകൾക്കിടയിൽ
വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ സഭ വളരെ സ്വാധീനം ചെലുത്തി. ചുരുക്കത്തിൽ തിരുവാങ്കുളം പ്രദേശം മാർത്തോമാ സഭയുടെ നവീകരണ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് വടക്കൻ മേഖലയിൽ സാക്ഷ്യം വഹിച്ചതായ ഒരു പാരമ്പര്യമാണ്. ഈ ഇടവയുടെ മധ്യവികാരി എബ്രഹാം വെൺമണി ആയിരുന്നു. അദ്ദേഹം 1926 വികാരിയായിട്ട് ഇവിടെ ചുമതല ഏറ്റെടുത്തു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലം ഈ ദേവാലയത്തിലെ ജനങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ വളർന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കട്ടെ. ഈ ആലയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും സ്ഥലം നൽകിയ രാജകുടുംബത്തോട് ഇടവക ഏറെ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശതാബ്ദി ആഘോഷം എന്നത് കേവലം ഒരു ആഘോഷം എന്നതിലുപരി ദൈവകൃപയുടെ ഓർമ്മപ്പെടുത്തൽ, സഹോദരങ്ങളോടുള്ള കരുതലും ദൈവത്തോടുള്ള സമർപ്പണവുമായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും. ഈ ഒരു വർഷക്കാലം വൈവിധ്യമാർന്ന ശുശ്രൂഷകളിലൂടെ, ഒരു വർഷം എന്ന് പറയാൻ പറ്റുകയില്ല, നമ്മൾ ജൂൺ മാസം 15-ാം തീയതിയാണ് ഈ സെന്റിനറി ഉദ്ഘാടനം ചെയ്തത്. 6 മാസം കൊണ്ട് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഇടവകയ്ക്ക് സാധിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി, ഇടവകയുടെ സ്നേഹം പങ്കിടുന്നതിന്റെ ഭാഗമായി ക്യാൻസർ വൃക്ക രോഗികൾക്ക് ആശ്ലേഷം പാലിയേറ്റീവ് പദ്ധതിയിലൂടെ ചികിത്സാ സഹായവും സപ്പോർട്ടിംഗ് കെയറും നൽകുവാനായിട്ട് ഇടയാണ്. ചെറിയ ഇടവക ബിരിയാണി ചലഞ്ചിലൂടെ 2 ലക്ഷത്തിലധികം രൂപ അതിനുവേണ്ടി കണ്ടെത്തി എന്നുള്ളത് വളരെ പ്രധാനമാണ്. കമ്മ്യൂണിറ്റി കോമ്പസ് ഗുഡ് എന്ന കമ്മിറ്റി അതിനുവേണ്ടി സജീവമായി പ്രവർത്തിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടിയുള്ള കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കളക്ഷൻ വിജയിക്കും എന്നുള്ള പ്രത്യാശയില്ല. അർഹരായ ഇടവക അംഗങ്ങൾക്കും ഭദ്രാസനത്തിന്റെ മിഷൻ പ്രവർത്തനങ്ങൾക്കും ഭവന നിർമ്മാണ സഹായ പദ്ധതിയിലൂടെ സഹായം നൽകുവാനായിട്ട് ആഗ്രഹിക്കും. ഇതുവരെ ഏകദേശം 20 ലക്ഷം രൂപയോളം ഈ 6 മാസം കൊണ്ട് കളക്ട് ചെയ്യുവാൻ ഈ ചെറിയ ഇടവകയ്ക്ക്, ഈ അംഗങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനമാണ്. ഇടവക വികാരി ആയിട്ടും ഇടവക അംഗമായതും നമുക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ഭാഗമായിരുന്ന മഞ്ഞ കെ ബി വർക്കി അച്ഛൻ മെമ്മോറിയൽ വെച്ച് നമ്മുടെ സഹോദര സഭയായ യാക്കോബ സഭയുടെ ഭാരതത്തിലെ മേലധ്യക്ഷൻ ജോസഫ് ബാബ തിരുമേനിക്ക് നൽകിയ അനുമോദന സമ്മേളനം, ആശ്ലേഷം പാലിയേറ്റീവ് പദ്ധതിയുടെ പാലിയേറ്റീവ് ക്ലാസ്, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്തിയ പഠന ക്ലാസ്സുകൾ, ആത്മീയ ചൈതന്യം പകർന്നു നൽകിയ സാക്ഷിയോഗങ്ങൾ എന്നിവ ശതാബ്ദിക്ക് മാറ്റുകൂട്ടി നേതൃത്വം നൽകിയ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇടവക അംഗങ്ങൾ ചേർന്ന് വേദപുസ്തകം ഒരു കൈയെഴുത്ത് പ്രതി തയ്യാറാക്കി എന്നത് പ്രകാശനം ചെയ്യുന്നു. അതിൽ പ്രവർത്തിച്ചവരോട് അഭിനന്ദനം അറിയിക്കാൻ. കലയും സംസ്കാരവും സാധു കൊച്ചുവിന്റെ ഉപദേശിയുടെ ഓർമ്മകൾ പുതുക്കി നടത്തിയ സ്മൃതി ഗാനോപഹാരം, ഇടവകയുടെ ഐക്യം വിളിച്ചോതിയ ഫൈൻ ആർട്സ് ഹോളിൽ നടന്ന മെഗാഷോ നമ്മുടെ കലാപരമായ താല്പര്യത്തിന്റെയും കഴിവുകളുടെയും സാക്ഷ്യപത്രമാണ്. ഇതിന് ചുക്കാൻ പിടിച്ചവരെ അഭിനന്ദിക്കട്ടെ. രേഖപ്പെടുത്തലുകൾ, ഇടവകയുടെ ചരിത്രം വരും തലമുറയ്ക്കായി കരുതി വയ്ക്കുന്ന സുവനിർ, ഇടവകകളെ ഡിജിറ്റലായി കൂട്ടിക്കിടക്കുന്ന ഈ ഡയറക്ഷൻ എന്നിവയും ഈ വേളയിൽ സമർപ്പിക്കപ്പെടുകയാണ്. അധ്വാനിച്ചവരെ നന്ദിയോടുകൂടെ ഓർമ്മ. ഈ ഇടവക ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയെടുത്ത ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ടും അധ്വാനം കൊണ്ടും സഹകരണം കൊണ്ടും സഹായിച്ചു. പ്രത്യേകിച്ച് മാർത്തോമാ സഭയിലെ മെത്രാപ്പൊലീത്തമാർ, എപ്പിസ്കോപ്പമാർ, പ്രത്യേകിച്ചും നമ്മുടെ വികാരിയായിരുന്ന സഫ്രൻ തിരുമേനി, ഈ ഇടവകയുടെ മുൻ വികാരിമാർ, സെൻട്രലിൽ പ്രവർത്തിച്ച തവണകൾ നിർവഹിച്ചതായ പട്ടക്കാർ, സുവിശേഷകർ, സേവിയാസനം സിസ്റ്റേഴ്സ്, ആത്മായ നേതൃത്വം, എല്ലാവരും ഇടവക കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരെയും ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക. ശതാബ്ദി ആഘോഷങ്ങൾക്ക് കരുത്ത് പകർന്നത് ഈ ഇടവകയിലെ പ്രാർത്ഥനയും കഠിന അധ്വാനവുമാണ്. 2025 ജൂൺ 15 ശതാബ്ദി ഉദ്ഘാടനം ചെയ്ത അഭിനന്ദ തോമസ് മാത്യൂസ് എപ്പിസ്കോപ്പ തിരുമേനി, ലോക പ്രകാശനം ചെയ്ത് സഹായിച്ച ബഹുമാനപ്പെട്ട MLA അനൂപ് ജേക്കബ്,
ഫണ്ട് ഒരുക്കുന്നതിൽ സഹായിച്ച ധാരാളം ആളുകൾ, ജനറൽ കൺവീനർ ബിനു സാം ജോൺ, മറ്റ് കൺവീനേഴ്സ്, ഇടവക ചുമതലക്കാർ, കൈസ്ഥാന സമിതി അംഗങ്ങൾ, ഇടവയിലെ സംഘടനകൾ എല്ലാവരും കൂടെ നിന്ന് പ്രവർത്തിപ്പാൻ ഇടയായി. കൂടെ ചേർന്ന് പ്രവർത്തിച്ചതായ സെൻട്രലിലെ ഇടവകളെ എല്ലാം നന്ദിയോടുകൂടെ ഓർക്കുന്നു. പല പള്ളികളിലും പ്രോഗ്രാം ഒക്കെ അറിയിക്കുവാൻ ഫണ്ട് കളക്ഷനൊക്കെ ചെന്നപ്പോൾ സ്നേഹത്തോടെ സ്വീകാര്യം നൽകിയതായ ഇടവികാരിമാരെ പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി അറിയിക്കുന്നു. 100 വർഷം പിന്നിടുമ്പോൾ നാം പുതിയൊരു തുടക്കത്തിലേക്കാണ് കടക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ, അവശത അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ഈ ഇടവയ്ക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ സമാപന സമ്മേളനം സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹിക്കുന്ന എല്ലാവരോടും കടപ്പാട് അറിയിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം ഇനിയും നമ്മെ നടത്തുമെന്നുള്ള വിശ്വാസത്തോടെ മുമ്പോട്ട് നമുക്ക് യാത്ര ചെയ്യാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നതാണ്.